നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ജ്യോതിഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്ന ഒരു ഗ്രഹമാണ് ഗുളികൻ. ശനിയുടെ പുത്രനായ ഗുളികൻ ദോഷങ്ങളും ദുരിതങ്ങളും നൽകുന്ന ഒരു ഉപഗ്രഹമായിട്ടാണ് പലരും കരുതുന്നത്. എന്നാൽ ജാതകത്തിൽ ലഗ്നത്തിൽ ഗുളികൻ മാത്രമായി നിൽക്കുന്നത് രാജയോഗപ്രദമാണ്. 6-ലും 11-ലും ഒഴിച്ച് മറ്റ് ഭാവങ്ങളിലെ ഗുളികസ്ഥിതി അനിഷ്ട ഫലങ്ങളാണ് നൽകുന്നത്. ഏതൊരു ഗ്രഹത്തോടും ഗുളികൻ യോഗം ചെയ്യുന്നതും അനിഷ്ട ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിട്ടാണ് ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഗുളികൻ എന്ന് കേട്ട് പേടിക്കേണ്ട. ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഗുളികൻ ഒരു രക്ഷകനായി അല്ലെങ്കിൽ നല്ല ഭാഗ്യങ്ങൾ നൽകുന്ന ഒരു ശക്തിയായി നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ ഗുളികന് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഗുളികന്റെ സ്വാധീനം പോസിറ്റീവായി വരുന്ന 6 നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ നക്ഷത്രക്കാരെ ആരെങ്കിലും ഉപദ്രവിക്കുവാൻ ശ്രമിച്ചാൽ അവിടെ ഗുളികന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം. ഇവരെ ഉപദ്രവിച്ചവരെ അല്ലെങ്കിൽ വേദനിപ്പിച്ചവരെ ഗുളികൻ ഒരിക്കലും വെറുതെ വിടില്ല. അവർക്ക് അതിനുള്ള ശിക്ഷ ഗുളികൻ കൊടുത്തിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗുളികന്റെ പ്രഭാവം ഇവരിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് കോപം വരുന്നവരായിരിക്കും. ഈ ഒരു സ്വഭാവം തന്നെ ഇവർക്ക് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഈ 6 നക്ഷത്രക്കാരുടെയും മനസ്സ് ആരും വേദനിപ്പിക്കാൻ പോകരുത്. ഇവർ മനസ്സറിഞ്ഞ് ശപിച്ചു കഴിഞ്ഞാൽ എതിരാളികളുടെ കാര്യം കഷ്ടത്തിലാവും. കാരണം ഇവരുടെ ശാപത്തിന്റെ കാര്യകർത്താവ് ഗുളികനായിരിക്കും. ഇവരിൽ ചിലർക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ 6 നക്ഷത്രക്കാരുമായും കഴിയുന്നതും ഒരു പ്രശ്നത്തിനും പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്ന് നോക്കാം. ഭരണി, തിരുവാതിര, പുണർദം, ആയില്യം, ചോതി, അവിട്ടം ഇവയാണ് ആ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഗുളികൻ എങ്ങനെയാണ് നല്ല ഫലങ്ങൾ നൽകുന്നത്? ഓരോ നക്ഷത്രത്തിലും ഗുളികന്റെ സ്വാധീനം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. ഭരണി നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരാണ്. ഗുളികന്റെ സ്വാധീനം കൂടുമ്പോൾ ഇവർക്ക് ലക്ഷ്യത്തിലെത്തുവാനുള്ള വാശിയും അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനവും വർദ്ധിക്കും. ഒരു കാര്യത്തിൽ നിന്ന് മടിച്ചു നിൽക്കാതെ മുന്നോട്ടു പോകുവാനുള്ള മനോബലം ഗുളികൻ നൽകും. കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. ഏതൊരു പ്രവർത്തനത്തിലും ഇവർ നേതൃത്വം ഏറ്റെടുക്കും. ആകർഷണീയമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും. ഈ ആകർഷണ ശക്തി പല കാര്യങ്ങളിലും ഇവർക്ക് വിജയം നൽകും. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ചിലപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള തർക്കങ്ങൾക്ക് കാരണമായേക്കാം. തിരുവാതിര നക്ഷത്രം. അടുത്തത് രാഹുവിന്റെ നക്ഷത്രമായ തിരുവാതിരയാണ്. ഗുളികൻ തിരുവാതിര നക്ഷത്രത്തെ സ്വാധീനിക്കുമ്പോൾ പ്രത്യേക ഫലങ്ങൾ ഉണ്ടാകും. തിരുവാതിരക്കാർക്ക് ഒരുപാട് വിഷയങ്ങളിൽ അറിവുണ്ടാകും. സംസാരശേഷി അഥവാ വാചാലത വളരെ കൂടുതലായിരിക്കും. ഗുളികൻ ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. വാദപ്രതിവാദങ്ങളിൽ ഇവർക്ക് കൃത്യമായ മറുപടി നൽകുവാൻ കഴിയും. ധനം സമ്പാദിക്കുന്നതിൽ ഇവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും. പല കാര്യങ്ങളിലും യുക്തിഭദ്രമായി ചിന്തിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ഗുളികൻ ഇവർക്ക് നൽകുന്നു. നിഗൂഢമായ കാര്യങ്ങളിലും ഗവേഷണങ്ങളിലും ഇവർക്ക് പ്രത്യേകം താല്പര്യമുണ്ടായിരിക്കും. പുണർദ നക്ഷത്രം. വ്യാഴത്തിന്റെ നക്ഷത്രമാണ് പുണർദം. പുണർദം നക്ഷത്രക്കാർ ധാർമ്മിക കാര്യങ്ങളിലും മതപരമായ വിഷയങ്ങളിലും താല്പര്യം കാണിക്കും. ഗുളികൻ ഇവരെ കൂടുതൽ യുക്തിബോധമുള്ളവരും എടുത്തുചാട്ടം ഇല്ലാത്തവരുമാക്കി മാറ്റും. ഓരോ കാര്യത്തിന്റെയും നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. ബാല്യത്തിൽ അല്പം ക്ലേശമുണ്ടായാലും ഭാവിയിൽ ഇവർ ഉന്നത സ്ഥാനങ്ങളിലെത്തും. അധ്യാപനം, നിയമം, ഓഡിറ്റ് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. ചില സമയങ്ങളിൽ വൈവാഹിക ജീവിതത്തിൽ പൂർണ്ണത അനുഭവപ്പെടുവാൻ സാധ്യത കുറവാണ്. ആയില്യം നക്ഷത്രം. ബുധന്റെ നക്ഷത്രമായ ആയില്യം ഗുളികന്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ്. വാക്കുകളാൽ മറ്റുള്ളവരെ സമ്മോഹനരാക്കുവാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് ഇവർക്ക് വിജയിക്കുവാൻ കഴിയും. ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള കഴിവുകളോടുകൂടിയ ശക്തമായ നേതൃത്വ ഗുണമുണ്ടാകും. കഠിനാധ്വാനത്തെക്കാൾ സാമർഥ്യമുള്ള ജോലിയായിരിക്കും ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഇവർ നല്ല എഴുത്തുകാരും പ്രാസംഗകരും കലാകാരന്മാരുമായിരിക്കും. അഭിനയ മേഖലയിൽ വിജയിക്കുവാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ്. മറ്റുള്ളവരെ വിലയിരുത്തുവാനും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ള പ്രവണത ഇവർക്കുണ്ടായിരിക്കും. ചോതി നക്ഷത്രം. രാഹുവിന്റെ നക്ഷത്രമാണ് ചോതി. ഈ നക്ഷത്രക്കാർക്കും ഗുളികന്റെ പ്രത്യേക അനുഗ്രഹമുണ്ട്. കഠിനാധ്വാനം ചെയ്ത് വിജയം കൈവരിക്കുവാനുള്ള മനോബലം ഇവർക്കുണ്ടാകും. ഗുളികന്റെ സ്വാധീനം വരുമ്പോൾ ഇവർ ധർമ്മത്തിലും ഈശ്വര കാര്യങ്ങളിലും അതീവ നിഷ്ഠയുള്ളവരായിരിക്കും. അത്ഭുതകരമായ വിവേചന ശക്തിയും നിരീക്ഷണ പാടവവും ഉണ്ടാകും. നെല്ലും പതിരും വേർതിരിച്ചറിയാൻ പ്രത്യേക കഴിവുണ്ടാകും. കാര്യങ്ങൾ സമാധാനപരമായി കൈകാര്യം ചെയ്യാനും നയതന്ത്രപരമായി പ്രവർത്തിക്കുവാനും കഴിവുള്ളവരായിരിക്കും.
ഭാവി ജീവിതത്തെക്കുറിച്ച് അധികം ചിന്തിക്കാത്തതിനാൽ പണം കരുതി വെക്കുന്നതിൽ അല്പം പിന്നോട്ട് പോയേക്കാം. അടുത്തത് അവിട്ടം നക്ഷത്രം. ചൊവ്വയുടെ നക്ഷത്രമാണ് അവിട്ടം. ഗുളികന്റെ ഇഷ്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ് അവിട്ടം. ഇവർ ബഹുമുഖ കഴിവുള്ളവരും ചെയ്യുന്ന ഏത് കാര്യത്തിലും വിദഗ്ധരുമായിരിക്കും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ കഴിയും. മികച്ച മനഃശക്തിയും ഏത് തീരുമാനവും വളരെ പെട്ടെന്ന് എടുക്കുവാനുള്ള കഴിവും ഗുളികൻ നൽകുന്നു. ഇത് ഇവരെ വിജയത്തിലേക്ക് നയിക്കും. പലപ്പോഴും ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം വിദേശത്ത് ചെലവഴിക്കുവാൻ ഇവർക്ക് യോഗം കാണുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. പണം ചിലവാക്കുന്ന കാര്യത്തിൽ ഇവർ അല്പം മുൻപന്തിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ഈ 6 നക്ഷത്രക്കാർക്കും അവരുടെ ജനന സമയത്തെ ഗുളികന്റെ സ്ഥാനമനുസരിച്ച് അത് വലിയ ഭാഗ്യങ്ങളും കഴിവും ശക്തിയും നൽകുന്ന ഒരു അനുഗ്രഹമായി മാറും. ജ്യോതിഷത്തിൽ എല്ലാ കാര്യങ്ങൾക്കും 2 വശങ്ങളുണ്ട്. ഏതൊരു ഗ്രഹത്തിന്റെ സ്വാധീനത്തെയും നമുക്ക് പോസിറ്റീവായി ഉപയോഗിക്കുവാൻ കഴിയും. ഗുളികന്റെ ഈ അനുകൂല സ്വാധീനം നിങ്ങൾ തിരിച്ചറിയുക. അതനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോവുക. ഹരി ഓം.